എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കെമിസ്ട്രി സിംപ്ലിഫൈഡ് വിത്ത് അർച്ചന. ഇന്ന് നമ്മൾ കേരള സിലബസിൻ്റെ ചാപ്റ്റർ 1 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ കെമിസ്ട്രിയിലെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നുള്ളതാണ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാർബൺ ആറ്റങ്ങൾ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ജനറലി കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ആയിരിക്കാം, പക്ഷെ അതിന്റെ കൂടെ തന്നെ ചില സമയങ്ങളിൽ ഓക്സിജൻ ആയിട്ടും അതേപോലെ തന്നെ നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് ഈ ആറ്റം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കോമ്പൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റില് നമുക്ക് ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റി രൂപത്തിൽ 2 സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ അവർ നെയിം ചെയ്തിട്ടുള്ളത് ഹൈഡ്രോ കാർബൺ 1 എന്നും ഹൈഡ്രോ കാർബൺ 2 എന്നും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? നെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു 3 ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാർബൺ ആറ്റംസ് ഈ 2 ചെയിനിൽ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ വേർഡ് റൂട്ട് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ IUPAC ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ 9ാം ക്ലാസ്സിൽ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? ആൽക്കെയിൻ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആൽക്കീനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്? ആൽക്കൈനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് ആര്? നമ്മുടെ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ആൽക്കെയിൻ എന്ന് നമ്മൾ പറയും. അതിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n +2 ആണ് അതിന്റെ ജനറൽ ഫോർമുല വരുന്നത്. ഇനി ആൽക്കീൻ ആണെങ്കിലോ ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആൽക്കീൻ. അതിന്റെ ജനറൽ ഫോർമുല വരുന്നത് CnH2n ആണ്. ഇനി ആൽക്കൈനിലേക്ക് വരുമ്പോൾ ആൽക്കൈൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n -2 എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എത്രയിൽ പഠിച്ചിട്ടുണ്ട്? 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി വേർഡ് റൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ നമ്മൾ അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? മെത്ത് എന്നാണ് വരുന്നത്. മെത്ത്. 2 കാർബൺ ആണെങ്കിൽ സ്റ്റാർട്ടിങ് എന്തായിരിക്കും? എത്ത് എന്ന് വരും. 3 കാർബൺ ആറ്റം ആണെങ്കിലോ പ്രൊപ്പാണ് അല്ലെ? പ്രൊപ്പെയിൻ, പ്രൊപ്പീൻ, പ്രൊപ്പൈൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ആറ്റം 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബ്യൂട്ട് എന്നാണ് അതിന്റെ വേർഡ് റൂട്ട് വരുന്നത്. ഇനി കാർബൺ ആറ്റം 5 ആണെങ്കിൽ പെന്റ് എന്ന് വരും. 6 ആണെങ്കിലോ കാർബൺ ആറ്റം 6 ആണെങ്കിൽ അത് ഹെക്സ് എന്ന് വരും. കാർബൺ ആറ്റം 7 ആണെങ്കിൽ ഹെപ്റ്റ് എന്ന് വരും. കാർബൺ ആറ്റം 8 ആണെങ്കിൽ 8 കാർബൺ ആറ്റം ആണെങ്കിൽ അവിടെ ഒക്ട് എന്ന് വരും. കാർബൺ ആറ്റം 9 ആണെങ്കിലോ നൺ എന്ന് വരും. കാർബൺ ആറ്റം 10 ആണെങ്കിൽ അവിടെ ഡെക്ക് എന്ന് വരും. ഇത്രയും കാര്യങ്ങളാണ് വേർഡ് റൂട്ട്, അല്ലെങ്കിൽ നമ്മൾ 9th നിന്ന് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ. അതായത് നമ്മുടെ അൺസാച്ചുറേറ്റഡ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അതിന്റെ പേരെന്താണ്? ആൽക്കെയിൻ ആണ്. ആൻഡ് ആൽക്കെയിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എത്രയാണ്? CnH2n +2 ആണ്. ഇനി ആൽക്കീനിലേക്ക് വരുമ്പോഴും ആൽക്കൈനിലേക്ക് വരുമ്പോഴും അതെന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണ്. ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ ആൽക്കീൻ എന്നും ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ ആൽക്കൈൻ എന്നും വിളിക്കും. ഇനി ആൽക്കീനിലേക്ക് വരുമ്പോൾ ആൽക്കീനിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n ഉം ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n -2 ആണ് വരുന്നത്. ഇനി വേർഡ് റൂട്ടിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ അതിന്റെ വേർഡ് റൂട്ട് മെത്ത് ആണ്. 2 കാർബൺ ആറ്റം ആണെങ്കിൽ എത്താണ്. 3 ആണെങ്കിൽ പ്രൊപ്പാണ്. 4 ആണെങ്കിൽ ബ്യൂട്ട് ആണ്. 5 ആണെങ്കിൽ പെന്റ് ആണ്. 6 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെക്സ് ആണ്. 7 ആണെങ്കിൽ ഹെപ്റ്റ് ആണ്. 8 ആണെങ്കിൽ ഒക്ട് ആണ്. 9 ആണെങ്കിൽ നൺ ആണ്. 10 ആണെങ്കിൽ ഡെക്ക് ആണ്.
ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് നോക്കാം, 2 ഹൈഡ്രോ കാർബണിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. 2 ഹൈഡ്രോ കാർബൺ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ there in this chain? ഈ ഒരു കാർബൺ ആറ്റം, ഹൈഡ്രോ കാർബൺ 1ന്റെ കേസ് നമുക്ക് നോക്കാം. എത്ര കാർബൺ ആറ്റം ഈ ഒരു ചെയിനിലുണ്ട്? നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 ആണല്ലോ. 5 കാർബൺ ആറ്റം ആണ് ഈ ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിലുള്ളത്. അപ്പൊ വേർഡ് റൂട്ട് എന്തായിരിക്കും? 5 കാർബൺ ആറ്റം ആണെങ്കിൽ അവിടെ വേർഡ് റൂട്ട് എന്താണ്? പെന്റ് ആണ്, ആണല്ലോ. പെന്റ് ആണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടോ? ഇല്ല. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം എന്തായിരിക്കും? സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ എൻഡിങ് എന്തായിരിക്കും? എയിൻ വെച്ചിട്ടായിരിക്കും. വേർഡ് റൂട്ട് പെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്താണ്? പെന്റെയിൻ ആയിരിക്കും. പെന്റെയിൻ. കിട്ടിയല്ലോ. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കാം. 1 2 3 4 5 ആണല്ലോ. അപ്പോ C5 ആണ്. C5 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3 4 5 6 7 8 9 10 11 12 H12. ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. C5H12 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. ഇനി ഹൈഡ്രോ കാർബൺ 2ലേക്ക് നമുക്ക് പോവാം. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 5 ആണല്ലോ. 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി what is the word root of this carbon chain? ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ കാർബൺ ചെയിനിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? ഒന്ന് നോക്കിയേ. മെയിൻ ചെയിൻ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൻ ചെയിനും കാണാൻ പറ്റും, അതേപോലെ തന്നെ ഒരു ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും അല്ലെ. 2 രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മെയിൻ ചെയിൻ സെലക്ട് ചെയ്തു. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് എപ്പോഴും ഏറ്റവും ചെറിയ കാർബൺ ആറ്റത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇതിന്റെ പേരെന്തായിരിക്കും? രണ്ടാമത്തെ കാർബണില് ഏത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു CH3 ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയും. മീഥൈൽ. അതായത് വേർഡ് റൂട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഒരു YL ഇവിടെ ആഡ് ചെയ്യും. മീഥൈൽ ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പാണ്. അതായത് രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ IUPAC നെയിം എഴുതാൻ പറ്റും? രണ്ടാമത്തെ പൊസിഷനിൽ 2. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പേര് എഴുതാനായിട്ട് പറ്റും. എന്താണ്? രണ്ടാമത്തെ പൊസിഷനിൽ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് ഏതാണ്? മീഥൈൽ ഗ്രൂപ്പാണ്, ആണല്ലോ. മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4. 4 വേർഡ് റൂട്ട് 4 വരുന്നതാണെങ്കിൽ ബ്യൂട്ടാണ്. അപ്പൊ പേരെന്തായിരിക്കും? 2-methyl ബ്യൂട്ടെയിൻ എന്നാണ് രണ്ടാമത്തെ ഹൈഡ്രോ കാർബണിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ ഹൈഡ്രോ കാർബണിന്റെ പേര് വരുന്നത് എന്താണ്? 2-methyl ബ്യൂട്ടെയിൻ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും അതിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതി നോക്കാനായിട്ട് പറ്റും. മോളിക്കുലർ ഫോർമുല എഴുതുന്ന സമയത്ത് ടോട്ടൽ മോളിക്കുലർ ഫോർമുല നോക്കണം. അപ്പൊ 1 2 3 4 5, അതായത് C5 എന്ന് വന്നു. ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? 3 4 5 6 7 8 9 10 11 12. കണ്ടോ? C5H12. നമ്മുടെ ഹൈഡ്രോ കാർബൺ 1 ആണെങ്കിലും ഹൈഡ്രോ കാർബൺ 2 ആണെങ്കിലും എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുലയാണ്. C5H12 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. പക്ഷെ രണ്ടാമത്തെ ഹൈഡ്രോ കാർബൺ ചെയിനിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു ബ്രാഞ്ചിങ് അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ബ്രാഞ്ചിങ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം അതിന്റെ സ്ട്രക്ചറിൽ ഡിഫർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ,
ഹൈഡ്രോ കാർബൺ 2 എന്തുണ്ട്? ഇറ്റ് ഈസ് ഹാവിങ് എ ബ്രാഞ്ച്. അതിനൊരു ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് തന്നെ, ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഈ രണ്ട് ഹൈഡ്രോ കാർബണും കൂടി കൊടുത്തിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസിനെ നമ്മൾ എങ്ങനെയാണ് അതിന് നോമൻക്ലേച്ചർ, അതിന്റെ പേര് കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. നോക്കിയേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സബ് ടോപ്പിക് എന്താണ്? നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച് ആണ്. ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്, നമ്മൾ ഇതിന്റെ നെയിം കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൽക്കെയിൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ചെയിൻ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അതിന് IUPAC നെയിം കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന് വേണ്ട റൂൾസ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്ന രീതിയിൽ നിങ്ങൾ അതിന്റെ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ഏറ്റവും വലിയ ചെയിൻ കണ്ടുപിടിക്കുകയും ആ ചെയിൻ ആയിരിക്കണം നിങ്ങളുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ആൻഡ് ദിസ് ലോങ്ങസ്റ്റ് ചെയിൻ ഷുഡ് ബി ദ മെയിൻ ചെയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, 1 2 3 4 മെയിൻ ചെയിനിൽ നമുക്ക് പല രീതിയിൽ ഇത് നോക്കാം. ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് ഏറ്റവും ചെറിയ കാർബൺ ആറ്റത്തിലാവണം എന്നുള്ള റൂള് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ വേണമെങ്കിലും ഇത് എങ്ങനെയൊക്കെ ആണ് ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പറ്റില്ലേ? ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ് ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ ചെയിൻ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മെയിൻ ചെയിൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ചെയിന് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാം. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും കൊടുക്കാതെ സ്ട്രെയിറ്റ് ചെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇത് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്തു. ഈ മെയിൻ ചെയിനിൽ എന്തുണ്ട്? ഒരു ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ ഈ ഒരു മെയിൻ ചെയിൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 1 2 3 4 ഇങ്ങനെ നമ്മൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 കാർബൺ ആറ്റം ആണ് വരുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് എന്ന് വിചാരിക്കുക. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാർബൺ ആറ്റംസ് കിട്ടും? കണ്ടോ, 1 2 3 4 5 5 കാർബൺ ആറ്റംസ് കിട്ടും. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് മാക്സിമം കാർബൺ ആറ്റംസ് കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. ആ മെയിൻ ചെയിനിൽ വരാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ബ്രാഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ റൂൾ എന്താണ്? യു ഷുഡ് സെലക്ട് ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലോങ്ങസ്റ്റ് ചെയിൻ ആണ്. ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ലോങ്ങസ്റ്റ് ചെയിൻ ആണ് എന്ത്? നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് എന്താ? നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് കാർബൺ ആറ്റം ക്യാരിയിങ് ബ്രാഞ്ച് ഗെറ്റ്സ് ദ ലോവസ്റ്റ് നമ്പർ. എങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്? ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ ബ്രാഞ്ചിന് എപ്പോഴും എന്ത് കിട്ടണം? ചെറിയ നമ്പർ ആണ് എപ്പോഴും ആ ഒരു ബ്രാഞ്ചിന് കിട്ടേണ്ടത്. ഇവിടെ നോക്കിയ 2 രീതിയിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. 2 കാർബൺ ആറ്റംസ് അല്ലെങ്കിൽ 2 കാർബൺ ചെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 രീതിയിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിങ് വരുമ്പോൾ നോക്കിയേ, 1 2 3 4 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ചിങ് വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുമ്പോഴോ എങ്ങനെ? 2 രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. റൈറ്റ് ടു ലെഫ്റ്റും ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് ടു റൈറ്റും ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്തോ രണ്ടാമത്തെ കാർബണിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ബ്രാഞ്ച്
അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എവിടത്തെയാണ് അല്ലെങ്കിൽ ഏത് കാർബൺ ചെയിനിന്റെ നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കാർബൺ ആറ്റത്തിന് എന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കാർബൺ ആറ്റം ക്യാരി ചെയ്യുന്ന ബ്രാഞ്ചിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള് വരുന്നത്. ഇനി അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു ആണല്ലോ. ആൽക്കൈൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളൊരു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാർബൺ ചെയിൻ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാ ഈ ഒരു കാർബൺ ചെയിൻ നമ്മൾ എഴുതുകയാണ്. ഇവിടെ എന്താണ് CH3 ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് CH3 CH2 CH CH3 എന്ന് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മെയിൻ ചെയിൻ. നമ്മളെ നമ്പറിങ് എവിടെ നിന്നായിരുന്നു? ഇതാ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്തത് ആണല്ലോ. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്പർ ചെയ്തു. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് നോക്കിയേ നിങ്ങൾ, ഒരു കാർബൺ ആറ്റം ഉള്ള ഗ്രൂപ്പാണ് ആണല്ലോ. ഒരു കാർബൺ ആറ്റം ഉള്ള ഗ്രൂപ്പാണ്. അതായത് നമ്മൾ ജനറലി നമ്മൾ പറയും മീഥേൻ എന്ന് പറയുമ്പോൾ എന്താണ്? CH4 മോളിക്യൂൾ ആണ് എന്ത് നമ്മുടെ മീഥേൻ ഗ്രൂപ്പ് വരുന്നത്. ആ മീഥേനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് കിട്ടും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മീഥൈൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്ക് കിട്ടുന്നത് ഈ വേർഡ് റൂട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ഒരു YL എന്ന് പറഞ്ഞ് ആഡ് ചെയ്താൽ മതി. അതായത് CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റം ആണ് അവിടെ ഉള്ളത്. എന്താ നമ്മുടെ മീഥേനിന്റെ ഒരു ഹൈഡ്രജൻ ആറ്റം കുറവാണ്. അപ്പൊ അതെന്തായിരിക്കും? മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആയിരിക്കും? 2 കാർബൺ ആറ്റം ആയിരിക്കും. CH3 ആണ് നമ്മുടെ ഈഥേൻ വരുന്നത്. അതിലൊരു ഹൈഡ്രജൻ ആറ്റം കുറവാണ് എന്ത് ഗ്രൂപ്പിന്? ഈഥൈൽ ഗ്രൂപ്പിന്. പ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? CH2 ആയിരിക്കും. അതായത് വേർഡ് റൂട്ടിന്റെ കൂടെ ഒരു YL ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. ഇനി നോക്കേണ്ടത് IUPAC നെയിം എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ബ്രാഞ്ച് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആദ്യത്തെ നമ്മുടെ റൂൾ എന്താണ്? നമ്മൾ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യും. വി ഷുഡ് ബി സെലക്ടിങ് ദ ലോങ്സ്റ്റ് ചെയിൻ. ആ ലോങ്സ്റ്റ് ചെയിൻ ആണ് എന്ത്? നമ്മുടെ മെയിൻ ചെയിൻ ആയി വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാഞ്ച് ഉള്ള അല്ലെങ്കിൽ കാർബൺ ആറ്റം ക്യാരിയിങ് ദ ബ്രാഞ്ചിന് എന്ത് കിട്ടണം? എപ്പോഴും ദ ലോവസ്റ്റ് നമ്പർ തന്നെ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ അവിടെ ഏത് ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നോക്കണം. ഒരു കാർബൺ ആറ്റം ആണ് ഉള്ള ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ 2 ഉണ്ടെങ്കിൽ അവിടെ ഈഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. 3 അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിന്റെ IUPAC നെയിം എഴുതേണ്ടതാണ്. അപ്പൊ IUPAC നെയിം എഴുതേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണോ നമ്മുടെ കാർബൺ അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് ഉള്ളത് അതാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ എഴുതുക. അപ്പൊ നമ്മളെ നേരത്തെ ഇപ്പോ ഒരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഒരു സ്ട്രക്ചർ നമ്മൾ കറന്റ്ലി വരച്ചിട്ടേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ കാർബണില് ഏത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടില്ലേ? CH3 ഗ്രൂപ്പ് ആണ്. ആ ഗ്രൂപ്പിന്റെ പേരെന്താണ്? മീഥൈൽ ഗ്രൂപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റും അറിയോ? ഇതിന്റെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ നമ്പർ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ആ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ പൊസിഷൻ നമ്പർ. അപ്പൊ ഏത് പൊസിഷനിലാണ്? 2 ആണ് അല്ലെ. രണ്ടാമത്തെ പൊസിഷനിലാണ് ആദ്യത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. 2 അത് കഴിഞ്ഞിട്ട് ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇനി വേണ്ടത് ആ രണ്ടാമത്തെ പൊസിഷനിൽ ഏത് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? CH3 ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പിന്റെ പേരെന്താ? മീഥൈൽ ഗ്രൂപ്പാണ് ആണല്ലോ. മീഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 2 മീഥൈൽ ആണല്ലോ. ഇനി വേർഡ് റൂട്ട് നോക്കുക. അതായത് മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോക്കുക. 1 2 3 4. അതായത് വേർഡ് റൂട്ട് എന്താണ്? ഇവിടെ വരുന്നത് ബ്യൂട്ടാണ് ആണല്ലോ. സഫിക്സ് എന്തായിരിക്കും? ഇവിടെ ഒക്കെ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല. സോ ഇറ്റ് ഷുഡ് ബി എൻഡിങ് വിത്ത്
എയിൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെയിം ചെയ്യുന്നത്. 2-methyl butane എന്ന് നിങ്ങൾക്ക് ഇതിന്റെ നെയിമിങ് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അതിന്റെ ഡൗട്ട്സ് ചോദിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഫോളോ ചെയ്ത പാറ്റേൺ. ഇങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എഴുതി, അതിനുശേഷം നമ്മൾ ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എഴുതി, വേർഡ് റൂട്ട് എഴുതി, സഫിക്സ് എയിൻ ആണെങ്കിൽ എയിൻ, ഈനാണെങ്കിൽ ഈൻ, അല്ലെങ്കിൽ ഐനാണെങ്കിൽ ഐൻ. ഇനി ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്? CH3 CH2 CH2 CH CH3 CH3. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ എങ്ങനെ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും? 1 2 3 4 5 ഇങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെ. സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് നമുക്ക് മെയിൻ ചെയിൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും സെലക്ട് ചെയ്തൂടെ, 1 2 3 4 5. എങ്ങനെ നോക്കി കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ കിട്ടുന്നത് മാക്സിമം എന്താണ്? ഇവിടെ ഉള്ള കാർബൺ ആറ്റംസ് 5 കാർബൺ ആറ്റംസ് ആണല്ലോ. അതില് പ്രശ്നമൊന്നും ഇല്ല. പിന്നെ രണ്ടാമത്തെ റൂൾ വെച്ച് അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? മെയിൻ ചെയിൻ സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കുന്ന മെയിൻ ചെയിൻ. നമ്മൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്തു. ഇതാണ് എന്ത്? നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം ആണല്ലോ. നമ്മള് നമ്പർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മള് നമ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്ത് നോക്കാം. ആദ്യം 1 2 3 4 5 ആണല്ലോ. ഇങ്ങനെ നമ്പർ ചെയ്തു. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നാലാമത്തെ കാർബണിലാണ് ഏത് ഗ്രൂപ്പ് വരുന്നത്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ തിരിച്ചൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5. അപ്പൊ ഏത് നമ്പറിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? എങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മിനിമം അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പറിൽ നമ്മുടെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്യുക? ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴല്ലേ, ഈ സൈഡിൽ നിന്ന് വരുമ്പോഴല്ലേ 1 2 3 4 5 എന്ന് പറഞ്ഞ ഈ സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പറിൽ നമ്മുടെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയാം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ഇവിടെ? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. 5 കാർബൺ ആറ്റം ആണെങ്കിൽ വേർഡ് റൂട്ട് എന്തായിരിക്കും? പെന്റ് ആയിരിക്കും ആണല്ലോ. പെന്റ് ആയിരിക്കും. സഫിക്സ് ഇവിടെയൊക്കെ എന്താണ്? സിംഗിൾ ബോണ്ടഡ് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ആൽക്കെയിൻ വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുക. ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ ഉള്ളത്? ബ്രാഞ്ചിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? മീഥൈൽ ഗ്രൂപ്പ് ആണ് ആണല്ലോ. CH3 ഗ്രൂപ്പ് ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റം കുറവാണ് മീഥൈന്. സോ ഇറ്റ് ഈസ് ദ മീഥൈൽ ഗ്രൂപ്പ്. പൊസിഷൻ ഏതാണ്? ഏത് കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? രണ്ടാമത്തേലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോൾ അതിന്റെ പേരെന്തായിരിക്കും? 2-methyl pentane എന്നായിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു 4 കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ കോമ്പൗണ്ടിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് 1 2 3 4 5 6 ഇങ്ങനെ നോക്കുമ്പോൾ 6 കാർബൺ വരും. 1 2 3 4 5 6 എങ്ങനെ നോക്കുമ്പോഴും നമ്പർ ചെയ്യുമ്പോഴും എന്താണ്? രണ്ടാമത്തെ കാർബൺ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. നേരെ തന്നെ എടുക്കാം. സ്ട്രെയിറ്റ് ചെയിൻ തന്നെ നമുക്ക് എടുക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 5 6 6 കാർബൺ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ച്. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രാഞ്ചിന്റെ പേരെന്താണ്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് ആണ് അല്ലെ. മീഥൈലാണ്. ഇനി പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും കറക്റ്റ് നമ്പറിങ്? നേരെ ഫസ്റ്റ് നമ്പറിങ് തന്നെ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. 1 2 3 4 5 6 രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത്. എന്താണ് ഇതിന്റെ പേര് വരിക? UPSC നെയിം എന്തായിരിക്കും? ആദ്യം നമ്മള് പൊസിഷൻ നമ്പർ കൊടുത്തു, ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ കൊടുത്തു. അതിനുശേഷം ഒരു ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത്? മീഥൈൽ ഗ്രൂപ്പ് ആണ്. സോ 2-methyl ആണല്ലോ.
ഇനി വേർഡ് റൂട്ട് എത്രയാണ്? മാക്സിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ കാർബൺ ആറ്റംസ് ഇവിടെ വരുന്നത് 6 ആണ്. സോ ഇറ്റ് ഈസ് 2-methyl ഹെക്സ് സഫിക്സ് എയിൻ ആണ്. 2-methyl ഹെക്സെയിൻ എന്ന് വരും. methyl ഹെക്സെയിൻ എന്ന് വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. അതായത് എത്ര കാർബൺ ആറ്റംസ് വരും ലോങ്സ്റ്റ് ചെയിനിൽ നോക്കുക. 1 2 3 4. സ്ട്രെയിറ്റ് ആണെങ്കിലും 1 2 3 4 ആണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിലും 4 ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് നോക്കുക. നമ്പറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 2 3 4 ആണ്. മൂന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് വരിക. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 1 2 2ലും എന്താ ഒരു സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡിലും മറ്റേ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സൈഡിലുമാണ് വരുന്നത്. അപ്പൊ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഏറ്റവും ചെറിയ നമ്പർ ഉള്ള സ്ഥലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ എത്ര ആയിരിക്കും? അപ്പൊ നമുക്ക് എഴുതി നോക്കാം അല്ലെ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ എത്രയാണ് വരുന്നത്? 4 ആണ്. മെയിൻ ചെയിനിൽ നമുക്ക് 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഇനി ബ്രാഞ്ച് ഏതാണ് വരുന്നത്? നമ്മുടെ മീഥൈലാണ് അല്ലെ. മീഥൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2 സെലക്ട് ചെയ്യോ 3 സെലക്ട് ചെയ്യോ? ചെറുതല്ലേ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് 2 സെലക്ട് ചെയ്യും. അപ്പൊ പേരെന്ത് വരും? ഇവിടെ പേരെന്താണ് വരിക? 2-methyl. വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ടേൻ ആണല്ലോ. 2-methyl ബ്യൂട്ട് സഫിക്സ് എയിൻ എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 2 ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം ആണല്ലോ. ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും? 1 2 3 4 5. 5 കാർബൺ ആറ്റംസ് ആണ്. ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ളത്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? വേറെ ഏതെങ്കിലും എന്താ പൊസിഷൻ വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കൂടെ? ഇതാ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കൂടെ? കണ്ടോ? ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 എന്ന് വരും. 6 കാർബൺ ആറ്റം വരും. അതായത് 6 കാർബൺ ആറ്റം വരുന്ന ഒരു മെയിൻ ചെയിൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചിട്ട് നോക്കാം. അപ്പോ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഒരു ഹൈഡ്രോ കാർബൺ ചെയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 ആണല്ലോ. ഈ നമ്പറിങ് മതി. കാരണം ഇപ്പുറത്തുനിന്ന് നമ്മൾ നമ്പർ ചെയ്ത് വരുന്ന സമയത്ത് 1 2 3 4ലാണ് വരിക. 4ഉം 3യും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടത്? ലോവസ്റ്റ് നമ്പർ 3 ആണ്. അപ്പൊ ഇനി ഇവിടെ നോക്കിയേ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് കിട്ടി? നമുക്ക് 6 എണ്ണം കിട്ടി ആണല്ലോ. നമ്മൾ ആ ഒരു ലോങ്സ്റ്റ് ചെയിനിൽ മാക്സിമം കാർബൺ ആറ്റംസ് വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 6 എണ്ണം കിട്ടി. ഏത് ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആണല്ലോ. മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏത് പൊസിഷനിലുള്ള കാർബണിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? മൂന്നാമത്തെ കാർബണിലാണ് ഇവിടെ നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ നെയിം ചെയ്യും ഇതിനെ? ആദ്യം നമ്മുടെ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് മൂന്നാമത്തെ കാർബണിലെ പൊസിഷനിലാണ് 3-. ഏത് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആണല്ലോ. വേർഡ് റൂട്ട് എത്രയാണ് വരുന്നത്? ഹെക്സ് ആണ് വരുന്നത്. അതിന്റെ സഫിക്സ് എന്ന് പറയുന്നത് എയിൻ ആണ്. 3-methyl ഹെക്സെയിൻ എന്നാണ് ഇതിന്റെ എന്ത് വരുന്നത്? IUPAC നെയിം വരുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം.
ഇത് നമ്മള് ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. 1 2 3 4 5 5 1 2 3 4 5 ഇങ്ങനെ നോക്കുമ്പോഴും 5 ആണല്ലോ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 5 1 2 3 4 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെയിറ്റ് ചെയിൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സെലക്ട് ചെയ്യാം. എന്താ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 ആണല്ലോ. തിരിച്ച് നമ്പർ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ കാർബണിലാണ് എന്ത് നമ്മുടെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ എത്രയാണ്? ലോങ്സ്റ്റ് ചെയിനിന്റെ നമ്മുടെ കാർബൺ ആറ്റംസ് ഇവിടെ വരുന്നത് 5. ഓക്കെ. ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ച് എന്താ? മീഥൈൽ ഗ്രൂപ്പ് ആണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഇവിടെ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് CH2CH3 ആണ്. ആണല്ലോ. CH2CH3 ഏത് ഗ്രൂപ്പ് ആണത്? CH3CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈതെയിൻ ആണ്. അപ്പൊ ഈതെയിനിലെ എന്താ എയിൻ മാറി എത്തിന്റെ കൂടെ ഒരു YL ചേർത്ത് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഈതൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നെയിം ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈതൈലാണ്. ഏത് കാർബണിലാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ഈ ബ്രാഞ്ച് ഉള്ളത്? മൂന്നാമത്തെ പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ അതിന്റെ IUPAC നെയിം എങ്ങനെ വരും? 3- ഏത് ഗ്രൂപ്പാണ്? ഈതൈൽ ഗ്രൂപ്പാണ്. 3-ethyl. വേർഡ് റൂട്ട് എത്രയാണ് വരുന്നത്? പെന്റ് ആണ് വരുന്നത്. സഫിക്സ് വരുന്നത് എയിൻ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മള് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. ദ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസിന്റെ നോമൻക്ലേച്ചർ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈസിയാണ് കാര്യങ്ങൾ. ആകെ അതിന്റെ റൂൾസ് മാത്രം ഫോളോ ചെയ്താലായിട്ട് മതി. ആദ്യത്തെ റൂൾ നോക്കേണ്ടത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലേക്കും നമ്പർ ചെയ്ത് നോക്കുക. നമ്പർ ചെയ്ത സമയത്ത് എവിടെയാണോ നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നത്, ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത്, ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിലെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് നോക്കുക. അപ്പൊ CH3 ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. CH2CH3 ആണെങ്കിൽ അത് ഈഥൈൽ ഗ്രൂപ്പ് ആണ്. CH2CH3 ആണെങ്കിൽ അത് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആണ്. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് ആണ് എന്ത്? നമ്മുടെ IUPAC നെയിം എഴുതേണ്ടത്. IUPAC നെയിം എഴുതുന്ന സമയത്ത് ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതുക. അതിനുശേഷം ഒരു ഹൈഫൺ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണോ അതിന്റെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾ അതിന്റെ വേർഡ് റൂട്ട്, അതിനുശേഷം അതിന്റെ സഫിക്സ്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കെയിൻസിന്റെ 1 ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസിന്റെ നോമൻക്ലേച്ചർ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.